ഈ സിനിമയുടെ അനൗൺസ്മെന്റിന് ശേഷം സിനിമയുടെ പിന്നണി പ്രവർത്തകർ ഇതിൽ ആരൊക്കെയാണ് അഭിനയിക്കുന്നത്, അതിലൊക്കെ ആരൊക്കെയാണ് കാസ്റ്റിംഗ്, സിനിമയുടെ ഒരു ജോണർ എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്ത് വിട്ടപ്പോൾ തന്നെ എന്നെ ഒത്തിരി എക്സൈറ്റഡ് ചെയ്ത കുറച്ച് ഹിന്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെന്തൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യം തന്നെ അമിതാഭ് ബച്ചൻ സാറ്, അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് എന്ന് നമുക്ക് തന്നെ പറയാം. നല്ലൊരു റോള്, അത് ത്രൂ ഔട്ട് റോളിൽ തിരിച്ചു വരുന്നു എന്ന് കേട്ടപ്പോഴും സൗത്ത് ഇന്ത്യയിലെയും അതുപോലെ തന്നെ മറ്റ് പ്രധാന ഭാഷകളിലെയും കുറേ ആക്ടേഴ്സും അതുപോലെ തന്നെ ആക്ട്രസും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സിനിമയിൽ വരുന്നു എന്ന് കേട്ടപ്പോഴും ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ഇതൊരു സാധാരണ ഫോളോ ചെയ്ത് വരുന്നൊരു ട്രെൻഡ് ആണെങ്കിൽ പോലും അതൊരു ബിഗ് ബജറ്റ് മൂവിക്ക്, ഒരു വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്നൊരു മൂവിക്ക് ആയതുകൊണ്ട് തന്നെ എന്നിലെ എക്സ്പെക്ടേഷൻ കുറച്ചും കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. അത്തരത്തിൽ ഇന്ന് റിലീസായ കൽക്കി 2898 AD എന്ന സിനിമയെ പറ്റി സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. സിനിമ എങ്ങനെയാണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സിംപ്ലി ഒരു കാര്യം പറയത്തുള്ളൂ, നേരെ ടിക്കറ്റ് എടുത്ത് പോയി തിയേറ്ററിൽ പോയി കാണുക. പ്യുവർ തിയേറ്റർ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അങ്ങനെ തന്നെയാണ് എനിക്ക് സിനിമേനെ ഒറ്റ സെന്റൻസിൽ വിവരിക്കാൻ പറ്റും. സിനിമേനെ നമുക്ക് 2 ഘട്ടങ്ങളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ 2 പാർട്ടായിട്ട് എടുക്കാം. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. ഫസ്റ്റ് ഹാഫ് എന്നിലെ പ്രേക്ഷകന് കുറേ ലാഗ് ചെയ്തു. അതുപോലെ തന്നെ കഥകളിലെ കുറേ ഡൗട്ട്, കുറേ നമുക്ക് എന്തൊക്കെയോ ഇവിടെ എന്തൊക്കെയോ കണക്റ്റ് ആവാനുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്ത് മറ്റൊരു സീനിലോട്ട് പോകുമ്പം നമ്മുടെ തന്നെ കുറേ ക്ലാരിഫിക്കേഷൻസ് നമുക്ക് തന്നെ വേണ്ടി വരും, സിറ്റുവേഷൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിറ്റുവേഷൻ ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ലാഗ് ഫീൽ ചെയ്തു. മറ്റ് ഭാഷകളിലേക്ക് ഡബ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കല്ലുകടി, ഇത്തരം കാര്യങ്ങൾ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ നല്ല രീതിയിൽ ലാഗ് ചെയ്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ അതെന്തുകൊണ്ട് അവിടെ അങ്ങനെ വന്നു, അതെന്തുകൊണ്ട് അവരങ്ങനെ പറഞ്ഞു എന്ന കാര്യങ്ങളെപ്പറ്റി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സെക്കൻഡ് ഹാഫ് എനിക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അയ്യോ, അതിനെപ്പറ്റി ഞാൻ പറയാം, ക്ലൈമാക്സിനെ പറ്റിയും ബാക്കി കാര്യങ്ങളെപ്പറ്റി പറയാം. എന്നെ അതിശയിപ്പിച്ച പെർഫോമൻസ് അത് വേറെ ആരുമല്ല, അതൊരു 82-കാരൻ തന്നെയാണ്, അമിതാഭ് ബച്ചൻ സാറിൻ്റെ പെർഫോമൻസ്. നോ വൺ ക്യാൻ റീപ്ലേസ് ഹിസ് പൊസിഷൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോള് നിലവിൽ ചെയ്യാൻ പറ്റിയ ഒരു ആക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സംശയമായി പോകും. എസ്പെഷ്യലി ഫൈറ്റ് സീനൊക്കെ നമുക്കറിയാം അത് കുറേയൊക്കെ ഗ്രാഫിക്സിൻ്റെ ഇതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കുറേയൊക്കെ അത്തരത്തിലുള്ള കമ്പ്യൂട്ടർ സഹായത്തോടു കൂടി ആയിരിക്കാം ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ ഉണ്ട്. ത്രൂ ഔട്ട് അശ്വതാത്മാവ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്തിരിക്കുന്ന പെർഫോമൻസ് ഇരിക്കുന്ന രീതിയുണ്ട്. അതൊന്നും സാധാരണ പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. സ്ക്രീനിൽ കൂടിപ്പോയാലൊരു 10 മിനിറ്റ് മാത്രം വരുന്ന കമൽഹാസൻ സാറിൻ്റെ പെർഫോമൻസാണ്. അത് ക്ലൈമാക്സിൽ ഇങ്ങനെ, ക്ലൈമാക്സിനെ പറ്റി ഞാൻ പിന്നെ പറയാം, അത് അവിടെ ഇരിക്കട്ടെ. കമൽഹാസൻ സാറിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഗംഭീരമാണ്. പ്രഭാസ് എന്നൊരു ആക്ടറിൻ്റെ ഒരു ഓറയുണ്ട്, അത് സെക്കൻഡ് ഹാഫിൽ കിട്ടും നിങ്ങൾക്ക്. അത് ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു ഭൈരവ എന്നൊരു ക്യാരക്ടർ ഇങ്ങനെ പോകുന്ന കുറേ ഇങ്ങനെ സിറ്റുവേഷൻസ് ഉണ്ട്. അദ്ദേഹം ഒരു പവർഫുൾ ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടൊരു ക്യാരക്ടറാണെന്നറിയാം. പക്ഷേ ആ ഒരു പവർഫുൾ കാണിക്കുന്ന തരത്തിലുള്ളൊരു പെർഫോമൻസ് ഫസ്റ്റ് ഹാഫിൽ കിട്ടാത്ത പക്ഷം നമുക്ക് കുറച്ച് നമുക്ക് എന്തൊക്കെ ഒരു മിസ്സിങ് തോന്നുമല്ലോ. ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ സെക്കൻഡ് ഹാഫിൽ നല്ല പവറോടുകൂടെ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ക്യാരക്ടർ അദ്ദേഹം ചെയ്ത് നല്ല വൃത്തിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങിങ്ങായിട്ട് വരുന്ന മലയാളികളായിട്ടുള്ള ശോഭന മാം, അതുപോലെ തന്നെ അന്നാബെൻ്റെ ക്യാരക്ടറൊക്കെ സിമ്പിളാണ്, കുറച്ച് നേരെ സ്ക്രീനുള്ളെങ്കിലും നല്ല രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പശുപതി സാറൊക്കെ കുറേ ഭയങ്കര അദ്ദേഹത്തിനൊക്കെ ചെയ്യാൻ പറ്റിയ ക്യാരക്ടേഴ്സ് ആണ് അതൊക്കെ, അങ്ങനെ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പെർഫോമൻസാണ്. അതുപോലെ തന്നെ എനിക്ക് പേരറിയത്തില്ല, ഒരു ചൈനീസ് ലുക്കൊക്കെ ഉള്ളൊരു പുള്ളിയുണ്ട്, പുള്ളിക്കാരൻ്റെ അഭിനയം അടിപൊളിയാണ്, വില്ലൻ ചെയ്യുന്നൊരു സെറ്റപ്പാണ്. പിന്നെ ദീപിക പദുക്കോൺ, ദിശ പതാനി, അങ്ങനെ വരുന്ന കുറേ ആക്ടേഴ്സ്, കുറേ ആക്ട്രസസ്, ഇവരുടെയൊക്കെ പെർഫോമൻസുകളും എനിക്ക് എല്ലാ രീതിയിലും വളരെ മികച്ചതായിട്ട് തന്നെ തോന്നി. പെർഫോമൻസിന് ശേഷം എനിക്ക് പറയണം തോന്നിയൊരു കാര്യം, അത് അവർ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബിൽഡപ്പാണ്. കുറേയൊക്കെ നിങ്ങൾ ഹോളിവുഡ് സിനിമകൾ കാണുന്നവരാണെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു പുതുമയായി തോന്നണമെന്നില്ല. കാരണം ഹോളിവുഡിൽ നിരന്തരമായിട്ട് കണ്ടുവരുന്ന കുറേ ടെക്നിക്സ്, കുറേ രീതികളൊക്കെ അവർ അവിടെ ഇവിടെ നിന്നായിട്ടൊക്കെ ഇങ്ങനെ അതിൻ്റെ റെഫറൻസ് എടുത്ത് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വിസിബിൾ ആണ്. പക്ഷേ ആ ഒരു റെഫറൻസ് അവരെവിടെ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ റെഫറൻസ് അവർ എന്ത് തരത്തിലുള്ള സ്റ്റോറിയിലാണ് പ്ലേസ് ചെയ്തത്, അവിടെയാണല്ലോ അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അത്തരത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു എംപയർ ഉണ്ട്, ആ ഒരു ലോകമുണ്ട്. ആ ഒരു ലോകം എനിക്ക് കിഡിലായിട്ട് തോന്നി. അതിൻ്റെ സ്റ്റോറി ആണെങ്കിലും ഞാൻ മുമ്പേ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് കുറേയൊക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള തരത്തിലുള്ള സിറ്റുവേഷൻസ് ആണ് സിനിമയിൽ പല ഭാഗങ്ങളായിട്ടും പറയുന്നത്. നമുക്ക് തന്നെ തോന്നിപ്പോവും അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഒരു ഡയലോഗ്, അല്ലെങ്കിൽ അവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ, അവിടെ എന്താണ്, എനിക്ക് കംപ്ലീറ്റ്ലി ഡൗട്ട് ആയല്ലോ എന്നൊരു തോന്നൽ, എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട് വരും. അതിൻ്റെയൊക്കെ ഒരു ക്ലിയർ കട്ട് വിഷൻ സിനിമ കംപ്ലീറ്റ് തീരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, അത് സംഭവം ഇങ്ങനെയാണ്,
ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോറി ആണെങ്കിലും സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ആണെങ്കിലും അത് കിഡിലാണ്. സിനിമ അതിൻ്റെ 100% ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് VFX സഹായത്തോടാണ്. ആ VFX വർക്ക് അവർ ഏകദേശം 500 കോടിക്ക് മുകളിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാലോ 500 കോടിയും അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം അതുപോലെയുള്ള ഹെവി VFX ഒക്കെ അയ്യോ നമ്മളെ ഒരു മായിക ലോകത്ത് അവിടുത്തെ വിഷ്വൽസ് ഇല്ലേ അതൊക്കെ ക്രിയേറ്റ് ചെയ്താണെന്ന് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ അതിശയിച്ചൊരു ലോകത്തൊക്കെ ഇരിക്കത്തില്ലേ, അത്തരത്തിലുള്ള ഒരു VFX വർക്ക്, അത്തരത്തിലുള്ള പക്ക കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വർക്ക്. ഓരോ പൊടി പോലും അവിടെ പറക്കണ പൊടി പോലും അവർ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സിനിമയുടെ സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് ഭാഗത്തേക്ക് വരാം. അതുവരെ കുറേ ഡൗട്ടിലായിരുന്ന എന്നെ സിനിമയുടെ പീക്ക് ലെവൽ എന്ന് തന്നെ പറയണം, പീക്ക് ലെവൽ പെർഫോമൻസിലോട്ടും പീക്ക് ലെവൽ അതിൻ്റെ ആ പീക്ക് ലെവലിലോട്ട് തന്നെ എത്തിച്ചത് സിനിമയുടെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സുമാണ്. തിയേറ്ററിൽ പോയി കാണാനല്ല, നിങ്ങൾ OTTയിൽ കാണാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണുക. സെക്കൻഡ് ഹാഫ് ഫുള്ള് ഗൂസ് ബംസ് ആയിരുന്നു. അതെങ്ങനെ പറയണേ, ഓൾറെഡി സ്ക്രീനിലുള്ള ക്യാരക്ടേഴ്സിന് സെക്കൻഡ് എൻട്രികൾ വരുമ്പോഴും അവരുടെ ചില പവർ പാക്ഡ് പോർഷൻസ് വരുമ്പോഴും നല്ല രീതിയിലുള്ള ഗൂസ് ബംസ് നമുക്ക് ത്രൂ ഔട്ട് കിട്ടും കേട്ടോ. ക്ലൈമാക്സിൽ കമൽ സാറിൻ്റെ ഒരു സംഭവമുണ്ട്. നമ്മൾ പറയുമല്ലോ കമൽ സാറിൻ്റെ അഭിനയം അത് നമുക്കൊന്നും അളക്കാൻ പറ്റില്ല, എനിക്കൊന്നും പറയാൻ പോലും അവകാശമേ ഇല്ല. കാരണം മൈന്യൂട്ടായിട്ടാണ് ആ ഒരു സംഭവം അദ്ദേഹം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു വിടുന്നത്. അത് പ്യുവർ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ക്ലൈമാക്സ് അതുപോലെ തന്നെ 3 മണിക്കൂറുള്ള സിനിമയുണ്ടല്ലോ, അതിൽ ലാസ്റ്റ് 1 മണിക്കൂർ അത് പ്യുവർ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോകാം. അതിലെ ഒരു പോയിന്റ് പോലും നിങ്ങൾ വിടരുത് എന്ന് ഞാൻ പറയുക കേട്ടോ. കാരണം വിട്ട് കഴിഞ്ഞാൽ മേ ബി നമുക്ക് അവിടെ ഒരു ഡൗട്ട് കൺഫ്യൂഷനൊക്കെ വരാം. എസ്പെഷ്യലി ഫസ്റ്റിലെ ഒരു മഹാഭാരത റെഫറൻസിലൊക്കെ ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. അതൊക്കെ മിസ്സാക്കി കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് കുറച്ച് ഇതൊക്കെ ഡൗട്ടും കാര്യങ്ങളും എന്തൊക്കെയൊക്കെ തോന്നിപ്പോകാം. മഹാഭാരത റെഫറൻസൊക്കെ കിഡുമായിരുന്നു, അത് ഒന്നും പറയാനില്ല. എനിക്ക് അവിടെ ഒരു ചെറിയൊരു മൈന്യൂട്ട് പോർഷൻ, ഒരു ഡിഫ്ലക്റ്റ് പോലെ തോന്നിയത് അവിടെ അമിതാഭ് ബച്ചൻ സാറിൻ്റെ ഒരു ചെറിയൊരു ഗ്രാഫിക്സ് മുഖം ചെയ്തൊരു ഭാഗം അതെനിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയില്ല. പക്ഷെ നമ്മൾ അതൊന്നും കാര്യം ആക്കണ്ടെന്ന് തന്നെ ഞാൻ പറയാനുള്ളത്. ഇത്രയും സംഭവങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യുമ്പം ആ ഒരു ചെറിയ സാധനങ്ങൾ നമുക്ക് വേണമെങ്കിൽ വിടാം, കുഴപ്പമൊന്നുമില്ല. ഇനീഷ്യൽ പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന പാർട്ടിന് ശേഷം നമ്മൾ ക്ലൈമാക്സിലും അതിനെയൊക്കെ കണക്ട് ചെയ്തൊരു സാധനം കാണിക്കുന്നുണ്ട്. ഗൂസ് ബംസ് വന്നിരിക്കും, രോമാഞ്ചം വന്നിരിക്കും കേട്ടോ. അത് പക്കാ തിയേറ്റർ എക്സ്പീരിയൻസാണ്, പക്കാ തിയേറ്റർ എക്സ്പീരിയൻസ്. കുറച്ചും കൂടെ ഒന്ന് ബെറ്റർ ആവണം തോന്നിയൊരു ഭാഗം അത് മ്യൂസിക്കാണ്. ഹൈപ്പ് ഓൾറെഡി കയറി ഇങ്ങനെ പോകുക, അതിൻ്റെ പുറകിൽ മ്യൂസിക്കിനൊന്ന് പിടിച്ച് അതിൻ്റെ ലെവൽ എത്താൻ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. സന്തോഷ് നാരായണൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും അദ്ദേഹത്തെക്കാളും കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള AR റഹ്മാൻ സാറോ അല്ലെങ്കിൽ കീരവാണിക്കില്ല അദ്ദേഹമൊക്കെ ആയിരുന്നെങ്കിൽ മേ ബി നമുക്ക് കുറേ കൂടെയൊക്കെ എന്നൊരു സാധനമൊക്കെ ഇങ്ങനെ കയറി വന്നേനെ എന്നെനിക്ക് തോന്നി. പക്ഷെ അദ്ദേഹത്തിൻ്റെ മ്യൂസിക് മോശമാക്കിയെന്നല്ല, ചില ഭാഗങ്ങളിലൊക്കെ ഒരു പമ്പപ്പ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം കുറേ ഗൂസ് ബംസ് മൊമെന്റ്സ് അവസാനം വരുമ്പോൾ അതിനോടൊന്ന് പിടിച്ച് നിൽക്കാനായിട്ട് മ്യൂസിക്കിന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നി. ആൻഷ്യൻ്റ് രീതിയിലുള്ള ടൈപ്പ് മ്യൂസിക് അദ്ദേഹം യൂസ് ചെയ്യുന്നത് അതിനേക്കാളും കൂടെ കുറച്ചും കൂടെ ക്ലാസി, കുറച്ചും കൂടെ റോയൽ ടച്ച് വരുന്ന തരത്തിലുള്ള ഒരു ആൻഷ്യൻ്റ് മ്യൂസിക് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയേനെന്ന് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ്. പക്ഷേ ഇതൊന്നും സിനിമ പുറകോട്ട് പിന്തള്ളാനായിട്ട് കാരണമാകുന്നില്ല. സിനിമ അത് ഗംഭീരം തന്നെയാണ്. 4K അറ്റ്മോസ് തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ഏതെങ്കിലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ഇത് വൺസ് ഇൻ എ വൈൽ ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പോൾ ഇതൊക്കെയാണ് കൽക്കിനെ പറ്റി നമുക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. എല്ലാ കാര്യവും പറഞ്ഞത് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പടം തിയേറ്ററിൽ പോയി തന്നെ കാണുക. കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.